നമസ്കാരം. ഈ മനോഹരമായ ദിനത്തിൽ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കൊരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്കൊരു ചോദ്യം: മരണത്തിൻ്റെ വാതിൽക്കലെത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു പൂർണ്ണമായ ജീവിതമല്ലേ? പക്ഷേ ആ പൂർണ്ണത എങ്ങനെ നേടാം? ഇന്ന് ചാണക്യൻ്റെ അനശ്വരമായ നീതിശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനമെടുത്ത് ജീവിതകാലത്ത് ഒരിക്കൽ സന്ദർശിക്കേണ്ട 8 പുണ്യഭൂമികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ യാത്ര നിങ്ങളെ ആത്മീയമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും, ഹൃദയത്തെ സ്പർശിക്കും, മനസ്സിനെ പ്രകാശിപ്പിക്കും. ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടാവുക, കാരണം ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്നതാണ്. ചാണക്യൻ, ആ മഹാനായ തന്ത്രജ്ഞൻ, നീതിശാസ്ത്രത്തിൽ പറയുന്നു, ജീവിതം ഒരു യാത്രയാണ്, അതിൽ അനുഭവങ്ങൾ സമ്പാദിക്കുകയാണ് പ്രധാനം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ജ്ഞാനം നൽകുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പ്രകാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണുക, അതിലൂടെ ജീവിതത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ആ പ്രചോദനത്തോടെ ഇന്ത്യയിലെ 8 അത്ഭുതകരമായ പുണ്യക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓരോന്നും ഒരു കഥയാണ്, ഒരു ദർശനമാണ്, ഒരു അനുഗ്രഹമാണ്. ആദ്യത്തെ പുണ്യഭൂമി വാരാണസി, ആത്മാക്കളുടെ നഗരം. ഗംഗാനദിയുടെ തീരത്ത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം വഹിക്കുന്ന ഈ നഗരം മോക്ഷത്തിൻ്റെ വാതിലാണ്. ചാണക്യൻ പറയുന്നത് പോലെ മരണത്തെ മുഖാമുഖം കാണുകയാണ് ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ വഴി. വാരാണസിയിലെ ഘാട്ടുകളിൽ മണികർണികയിൽ ജീവനും മരണവും ഒന്നിച്ചു നൃത്തം ചെയ്യുന്നു. സൂര്യോദയത്തിൽ ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ഒഴുകിപ്പോകുന്നതുപോലെ തോന്നും. ശിവന്റെ നഗരമായ കാശിയിൽ ദശാശ്വമേധ ഘാട്ടിലെ ആരതി കാണുക. അഗ്നിയുടെ നൃത്തം, മണ്ണികളുടെ ശബ്ദം, ഭക്തിയുടെ മഹാസമുദ്രം. ഈ സ്ഥലം സന്ദർശിക്കാതെ ജീവിതം അപൂർണമാണ്, കാരണം ഇവിടെ നിങ്ങൾ സ്വയം കണ്ടെത്തും. പുരാതന ക്ഷേത്രങ്ങൾ, സന്യാസിമാരുടെ ആശ്രമങ്ങൾ, ഗംഗയുടെ പവിത്രത എല്ലാം നിങ്ങളെ ആത്മീയമായി ഉണർത്തും. ചാണക്യൻ്റെ ജ്ഞാനപ്രകാരം ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്തും. രണ്ടാമത്തെ സ്ഥലം രാമേശ്വരം, രാമൻ്റെ പാലം. തമിഴ്നാട്ടിലെ ഈ ദ്വീപ് രാമായണത്തിൻ്റെ ഹൃദയമാണ്. ചാണക്യൻ ഉപദേശിക്കുന്നു, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ഇവിടെ രാമൻ സീതയെ രക്ഷിക്കാൻ നിർമ്മിച്ച പാലം ഇപ്പോഴും സമുദ്രത്തിനടിയിൽ കിടക്കുന്നു. രാമനാഥസ്വാമി ക്ഷേത്രം, 22 തീർത്ഥകുളങ്ങൾ, ഓരോന്നിലും സ്നാനം ചെയ്യുമ്പോൾ പാപങ്ങൾ കഴുകിക്കളയുന്നു. സമുദ്രത്തിൻ്റെ നീലിമയും ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും ഭക്തരുടെ പ്രാർത്ഥനകളും ഒരത്ഭുത ലോകം. കടലിനോട് ചേർന്നുള്ള ധനുഷ്കോടി, അവിടെ കടലും ഉൾക്കടലും ഒന്നിക്കുന്നു. ഈ സ്ഥലം സന്ദർശിക്കുക, രാമൻ്റെ ധൈര്യവും ഭക്തിയും അനുഭവിക്കുക. ചാണക്യൻ്റെ തന്ത്രങ്ങൾ പോലെ ഇവിടെ ജീവിതത്തിൻ്റെ യുദ്ധങ്ങൾ മനസ്സിലാക്കാം. സൂര്യാസ്തമയത്തിൽ കടൽ തീരത്ത് നിന്ന് മനസ്സ് ശാന്തമാകും, ആത്മാവ് പുനർജനിക്കും. മൂന്നാമത്തെ പുണ്യക്ഷേത്രം ഹരിദ്വാർ, ദേവന്മാരുടെ കവാടം. ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ ഗംഗയുടെ പ്രവേശനദ്വാരം. ചാണക്യൻ പറയുന്നു, പ്രകൃതിയിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുക. ആരിക്കി പൗരിയിൽ ഗംഗാ ആരതി, ആയിരക്കണക്കിന് ദീപങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ, ഗംഗയുടെ ഒഴുക്ക്. കുംഭമേളയുടെ ഭൂമി, കോടിക്കണക്കിന് ഭക്തർ ഒന്നിക്കുന്നു. മാൻസാദേവി ക്ഷേത്രം, കേബിൾ കാർ യാത്ര, ഹിമാലയത്തിൻ്റെ ദൃശ്യങ്ങൾ അതിമനോഹരം. ഇവിടെ സ്നാനം ചെയ്യുന്നത് പാപമോചനമാണ്. ചാണക്യൻ്റെ ഉപദേശപ്രകാരം ഇത്തരം സ്ഥലങ്ങൾ മനസ്സിനെ ശുദ്ധമാക്കും, ജീവിതത്തെ സമ്പന്നമാക്കും. ഋഷികേശിലേക്കുള്ള യാത്രയും ചേർത്ത് യോഗയുടെ തലസ്ഥാനം കാണുക, പ്രകൃതിയുടെ മടിയിൽ ശാന്തി കണ്ടെത്തുക. നാലാമത്തെ സ്ഥലം അമർനാഥ്, ശിവന്റെ ഹിമഗുഹ. ജമ്മു കശ്മീരിലെ ഉയരങ്ങളിൽ ഹിമത്തിൻ്റെ ലിംഗം സ്വയം രൂപം കൊള്ളുന്നു. ചാണക്യൻ ഉപദേശിക്കുന്നു, ക്ലേശങ്ങൾ സഹിച്ച് ലക്ഷ്യം നേടുക. ഈ യാത്ര 45 കിലോമീറ്റർ ട്രെക്കിംഗ്, ഹിമാലയത്തിൻ്റെ സൗന്ദര്യം, ഒരു സാഹസികത. ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗം കാണുമ്പോൾ ദിവ്യ അനുഭവം. പഹൽഗാം മുതൽ തുടങ്ങുന്ന യാത്ര, നദികൾ, പർവ്വതങ്ങൾ, വനങ്ങൾ കടന്ന് ഭക്തിയുടെ ശക്തി ഇവിടെ മനസ്സിലാകും. ചാണക്യൻ്റെ തന്ത്രപ്രകാരം ഇത്തരം യാത്രകൾ ധൈര്യം വർദ്ധിപ്പിക്കും. മഞ്ഞിൻ്റെ മാന്ത്രികത, ശിവന്റെ അനുഗ്രഹം, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ. അഞ്ചാമത്തെ പുണ്യഭൂമി
വൈഷ്ണവ് ദേവി മാതാവിൻ്റെ ആശ്രമം. ജമ്മുവിലെ ത്രികൂട പർവ്വതത്തിൽ മാതാ വൈഷ്ണവ് ദേവിയുടെ ഗുഹ. ചാണക്യൻ പറയുന്നു, ഭക്തിയാണ് ഏറ്റവും വലിയ ശക്തി. 13 കിലോമീറ്റർ കയറ്റം, ജയ് മാതാദി എന്ന മന്ത്രം. ഗുഹയ്ക്കുള്ളിൽ പിണ്ടറ, ഭൈരോൻ, ചാർപാതുക എന്നീ 3 രൂപങ്ങൾ. ലക്ഷക്കണക്കിന് യാത്രികർ മാതാവിൻ്റെ അനുഗ്രഹം തേടി. ഹെലികോപ്റ്റർ യാത്രയോ കുതിരയോ എല്ലാം ലഭ്യം. ചാണക്യന്റെ ജ്ഞാനപ്രകാരം ഇവിടെ സന്ദർശനം മനസ്സിനെ ദൃഢമാക്കും. പർവ്വതങ്ങളുടെ സൗന്ദര്യം, ഭക്തിയുടെ പ്രവാഹം അവിസ്മരണീയം. 6ാമത്തെ സ്ഥലം തിരുപ്പതി വെങ്കടേശ്വരന്റെ ആലയം. ആന്ധ്രാപ്രദേശിലെ തിരുമലയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. ചാണക്യൻ ഉപദേശിക്കുന്നു, ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം. 7 മലകൾ കയറി ബാലാജിയെ ദർശിക്കുക. ലഡ്ഡു പ്രസാദം, ക്ഷൗരം എല്ലാം പുണ്യം. കോടിക്കണക്കിന് ഭക്തർ ക്യൂവിൽ നിന്ന് ദർശനം. ക്ഷേത്രത്തിന്റെ സ്വർണ്ണനിറം, മന്ത്രങ്ങൾ, ഭക്തിയുടെ അലകൾ. ചാണക്യന്റെ തന്ത്രങ്ങൾ പോലെ ഇവിടെ ജീവിതത്തിന്റെ സമ്പത്ത് മനസ്സിലാകും. അലമ്പല്ലൂരിലെ പ്രകൃതി, ക്ഷേത്രത്തിന്റെ മഹത്വം ദിവ്യം. 7ാമത്തെ പുണ്യക്ഷേത്രം അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ, സിഖ് മതത്തിന്റെ ഹൃദയം. പഞ്ചാബിലെ ഈ സ്വർണ്ണക്ഷേത്രം ശാന്തിയുടെ പ്രതീകമാണ്. ചാണക്യൻ പറയുന്നു, സമത്വം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അമൃത് സരോവറിന് നടുവിൽ ഗോൾഡൻ ടെമ്പിൾ രാത്രിയിൽ തിളങ്ങുന്നു. ലങ്കർ, എല്ലാവർക്കും സൗജന്യ ഭക്ഷണം, സമത്വത്തിന്റെ പാഠം. ഗുരുഗ്രന്ഥ് സാഹിബിന്റെ വായന, കീർത്തനങ്ങൾ. ചാണക്യന്റെ ഉപദേശപ്രകാരം ഇവിടെ സന്ദർശനം മനുഷ്യത്വം വർദ്ധിപ്പിക്കും. പഞ്ചാബിന്റെ സംസ്കാരം, ക്ഷേത്രത്തിന്റെ സൗന്ദര്യം അതുല്യം. അവസാനത്തെ സ്ഥലം ബോധ്ഗയ, ബുദ്ധന്റെ ജ്ഞാനഭൂമി. ബീഹാറിലെ ഈ സ്ഥലം ഗൗതമബുദ്ധൻ ജ്ഞാനോദയം നേടിയവം. ചാണക്യൻ ഉപദേശിക്കുന്നു, ജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ബോധിവൃക്ഷത്തിനടിയിൽ ബുദ്ധൻ ധ്യാനിച്ചു. മഹാബോധി ക്ഷേത്രം യുനെസ്കോ ലോക പൈതൃകം. ഭിക്ഷുക്കളുടെ പ്രാർത്ഥനകൾ, ശാന്തിയുടെ അന്തരീക്ഷം. ചാണക്യന്റെ നീതിപ്രകാരം ഇവിടെ ജീവിതത്തിന്റെ സത്യങ്ങൾ മനസ്സിലാകും. നിർഗംഗാനദി, മ്യൂസിയം എല്ലാം ആകർഷണം. ഈ സന്ദർശനം മനസ്സിനെ പ്രകാശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 8 പുണ്യഭൂമികളും ചാണക്യന്റെ പ്രചോദനത്തോടെ സന്ദർശിക്കുക. ജീവിതം ചെറുതാണ്, യാത്രകൾ നടത്തുക, അനുഭവങ്ങൾ സമ്പാദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലം പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.